Rausch, apostrophe S. Colrash's law. Colrash's law of independent migration of ions ആണ്. കംപ്ലീറ്റ് നെയിം എന്ന് പറയുന്നത് കൊൾറാഷസ് ലൂ അല്ലെങ്കിൽ കൊൾറോഷസ് ലൂ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല, സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണം. കൊൾറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്, ഇതാണ് ലോയുടെ ഫുൾ നെയിം വരുന്നത്. ഞാൻ ആ ലോയുടെ സ്റ്റേറ്റ്മെന്റ് ആദ്യം ഞാൻ പറഞ്ഞുതരാം. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the limiting molar conductivity of an electrolyte is the sum of the limiting molar ionic conductivities of the cations and anions present in the solution. എക്സാമ്പിൾ വെച്ച് പറയാം, ശ്രദ്ധിച്ചു, അപ്പോഴാണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാറ് എങ്ങനെയാണ്? ലാംഡ m0 അല്ലെ ലാംഡ 0m ആണ്. ലിമിറ്റ്, അപ്പം ലാംഡ എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി ആണ്, മേലെ 0 കൂടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്, എക്സാമ്പിൾ ആയിട്ട് ഞാൻ സോഡിയം ക്ലോറൈഡ് എടുത്താൽ, NaCl എടുത്താൽ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ദ സം ഓഫ് ദി ലിമിറ്റിംഗ് മോളാർ അയോണിക് കണ്ടക്ടിവിറ്റീസ് ഓഫ് ദ കാറ്റയോൺ. ആരാ കാറ്റയോൺ ഇവിടെ? Na+ ആൻഡ് ആനയോൺസ് in the solution. ഒന്നുകൂടെ ലോയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോളെ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് an electrolyte is the sum of the limiting molar ionic conductivities of the cations and anions present in the solution. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആ ഇലക്ട്രോലൈറ്റിന് അയനൈസ് ചെയ്താൽ ഏതൊക്കെ അയോൺസ് ആണ് ഉണ്ടാകുന്നത് അതിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. കാറ്റോണിന്റെയും ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ അയോൺസ് ആയതുകൊണ്ട് ലിമിറ്റിംഗ് മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ആ രണ്ട് ലിമിറ്റിംഗ് മോളാർ അയോണിക് കണ്ടക്ടിവിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോലൈറ്റിന്റെ എന്ത് കിട്ടുന്ന പറയുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. വേറെ എക്സാമ്പിൾ എഴുതാം നമുക്ക്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എന്തെഴുതാം? കാൽസ്യം ക്ലോറൈഡ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? കാറ്റോൺ ആരാ? Ca2+. അപ്പൊ ലാംഡ 0m ഓഫ് Ca2++. കാൽസ്യം ക്ലോറൈഡ് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഉണ്ടാവും നമുക്കറിയില്ലേ? CaCl2 അയണൈസ് ചെയ്താൽ എന്തൊക്കെ ഉണ്ടാവുക? കാൽസ്യം 2+ഉം 2Cl- അയോൺസും. അപ്പൊ ഈ 2 ഇവിടെ ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ എന്തായിരുന്നു അറിയുക? 2 into ലാംഡ 0m ഓഫ് Cl-. ഓക്കെ, another example, ലാംഡ 0m ഓഫ് അലൂമിനിയം സൾഫേറ്റ്. അലൂമിനിയം സൾഫേറ്റിന്റെ ഫോമിൽ എന്താ വരിക? അലൂമിനിയം സൾഫേറ്റ് ഈസ് Al2SO4 thrice. ഈ Al2SO4 അപ്പൊ അയണൈസേഷൻ അറിഞ്ഞിരിക്കണേ. Al2SO4 thrice-ന് നമ്മൾ അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? എത്ര അലൂമിനിയം ഉണ്ട് ഇവിടെ? 2. അപ്പൊ 2Al3+. എത്ര SO4 2- ഉണ്ട്? 3. അപ്പൊ 3SO4 2-. അപ്പൊ ഈ 2 ഉം 3 ഇവിടെ ശ്രദ്ധിക്കണം. അപ്പൊ എന്താ വരും നോക്കൂടെ? ലാംഡ 0m ഓഫ് Al2SO4 thrice is equal to 2 into ലാംഡ 0m ഓഫ് Al3+ plus 3 into ലാംഡ 0m ഓഫ് SO4 2-. ഇങ്ങനെ ഏത് ഇലക്ട്രോലൈറ്റിന് വേണ്ടി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കൊൾറാഷസ് ലോ പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് an electrolyte is the sum of the limiting molar ionic conductivities of the cations and anions present in the solution. ഇനി അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. കൊൾറാഷസ് ലോയുടെ ആപ്ലിക്കേഷൻസ്. ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഗ്രാഫിൽ നിന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ 0 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ ഏതിന്റെ പറ്റില്ല എന്ന് പറഞ്ഞു? വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ പറ്റില്ല. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അത് തന്നെയാണ് വരുന്നത്. കൊൾറാഷസ് ലോയുടെ ആപ്ലിക്കേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സംഗതി, നമുക്ക് നേരത്തെ പറ്റാതെ പോയ കാര്യം കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളത്. ടു കാൽക്കുലേറ്റ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ 0m ആണ് നേരത്തെ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ പോയത്. അതിവിടെ സാധിക്കും, ഈ ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ടു കാൽക്കുലേറ്റ് ദ ലിമിറ്റ്, ഇത് വേർഡ്സ് ആയിട്ട് എഴുതണേ. ടു കാൽക്കുലേറ്റ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. നമുക്കൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. വീക്ക് ഇലക്ട്രോലൈറ്റ് എക്സാമ്പിൾസ് ആണ് വീക്ക് ആസിഡ്സും വീക്ക് ബേസസ് ഒക്കെ. അസറ്റിക് ആസിഡ് എക്സാമ്പിൾ ആയിട്ട് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ അക്കോർഡിംഗ് ടു കൊൾറാഷസ് ലോ ലാംഡ 0m ഓഫ് CH3COOH is equal to ലാംഡ 0m ഓഫ് അസറ്റിക് ആസിഡ് is equal to എന്താണ്? കാറ്റോണിന്റെയും ആനോണിന്റെയും സം ആയിരിക്കും പറഞ്ഞത്. അപ്പൊ ഏതൊക്കെയാ വരിക?
lambda 0m of CH3COO minus plus lambda 0m of H plus. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു ഞാൻ. ഇക്വേഷൻ നമ്പർ 1 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. കൊളറേഷൻസ് ലോ പറയുന്നതാണ്, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി വാല്യൂസ് ഓഫ് കറസ്പോണ്ടിങ് 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ കറസ്പോണ്ടിങ് 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അറിഞ്ഞാൽ മതി. ഏതെങ്കിലും 3 അറിഞ്ഞാൽ പോരാ, കറസ്പോണ്ടിങ് 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ്. ശ്രദ്ധിച്ചോ, അതെങ്ങനെയാ എടുക്കാന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അസറ്റിക് ആസിഡ് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ അയോൺസ് ആണുള്ളത്? അസറ്റേറ്റ് അയോണും H+ അയോണും ആണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഒന്നാമത്തെ 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് നമ്മൾ എടുക്കേണ്ടത്, അതിൽ ഒന്നാമത്തതിൽ അസറ്റേറ്റ് അയോൺ ഉണ്ടാവണം, രണ്ടാമത്തതിൽ H+ അയോണും ഉണ്ടാവണം, മൂന്നാമത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ നോക്കിക്കോളെ, CH3COO മൈനസ് അയോൺ ഉള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ പേര് പറഞ്ഞേ. അസറ്റേറ്റ് അയോൺ ഉള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആസിഡ് ആവാം, സ്ട്രോങ് ബേസ് ആവാം, സോൾട്ട് ആവാം. സോഡിയം അസറ്റേറ്റ് അല്ലെ? അപ്പൊ സോഡിയം അസറ്റേറ്റ്, പൊട്ടാസ്യം അസറ്റേറ്റ് ഏത് വേണേ എടുക്കാം. അപ്പൊ നോക്കിക്കോ, സോഡിയം അസറ്റേറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ലാംഡ 0m ഓഫ് സോഡിയം അസറ്റേറ്റിന്റെ ഫോർമുല CH3COO is equal to എന്തെഴുതാൻ വീണ്ടും മൈനസ് ചെയ്തെഴുതിക്കോ, ലാംഡ 0m ഓഫ് CH3COO മൈനസ് പ്ലസ് ലാംഡ 0m ഓഫ് Na പ്ലസ്. ഇക്വേഷൻ നമ്പർ 2. അപ്പൊ അസറ്റേറ്റ് അയോണായി. അസറ്റേറ്റ് അയോൺ ഉള്ളതാണ് ഒന്നാമത്തെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എടുത്ത്. ഇനി അടുത്ത ഇലക്ട്രോലൈറ്റ് ആര് വേണമെന്ന് അറിയാമോ? H+ അയോൺ വേണം. H+ അയോണുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഇഷ്ടം പോലെ ഇല്ലേ? ഏതെടുക്കുക? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനം എടുക്കാമല്ലോ, ലാംഡ 0m ഓഫ് HCl, HNO3 HCl ഏത് വേണേ എടുക്കാം. ഓക്കെ, ഈക്വൽ ടു അപ്പൊ എന്തെഴുതാടാ? ലാംഡ 0m ഓഫ് H++ ലാംഡ 0m ഓഫ് Cl മൈനസ്. ഇക്വേഷൻ നമ്പർ 3. അസറ്റേറ്റ് അയോണിന്റെ വാല്യൂവും H+ അയോണിന്റെ ലാംഡ 0m വാല്യൂ കൂടി ആഡ് ചെയ്താൽ അത് ഏതിന് ഈക്വൽ ആയിരിക്കും? നമുക്കറിയാം, അസറ്റിക് ആസിഡിന്റെ ലാംഡ 0m വാല്യൂ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ രണ്ട് വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് കിട്ടാത്തത് കൊണ്ടാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ അസറ്റേറ്റ് അയോണിന്റെ ലാംഡ 0m വാല്യൂ ഈ സോഡിയം അസറ്റേറ്റിൽ നിന്ന് കിട്ടും, H+ന്റെ വാല്യൂ HCl നിന്ന് കിട്ടും. അപ്പൊ ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നു വിചാരിക്കുക. ഇത് രണ്ടും ആഡ് ചെയ്യാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ ലാംഡ 0m ഓഫ് CH3CO മൈനസ് പ്ലസ് ലാംഡ 0m ഓഫ് H+. ഇത് ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതും ആഡ് ചെയ്യപ്പെടൂലേ? കാരണം ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത് 2+3 ചെയ്യുമ്പോൾ ഇതും ആഡ് ചെയ്യപ്പെടും, ഓട്ടോമാറ്റിക്കലി ഇതും. ആരാണ് അധികമായിട്ട് വരുന്നത്? അപ്പൊ നിങ്ങൾ നോക്കിയേ, ലാംഡ 0 Na+N Cl മൈനസ് ആണ്. അപ്പൊ നാലാമത്, അതായത് 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ ഒന്ന് സോഡിയം അസറ്റേറ്റ് എടുത്തു, 2 HCl എടുത്തു, മൂന്നാമത് എടുക്കേണ്ടത് ഈ എക്സസ് ആയിട്ട് വരുന്ന സാധനമായിരിക്കണം. Na+ഉം Cl മൈനസ് ആണെങ്കിൽ അത് ആരെയും എടുക്കേണ്ടി വരുക? ലാംഡ 0m ഓഫ് NaCl വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ 0m ഓഫ് Na++ ലാംഡ 0m ഓഫ് Cl മൈനസ്. ഇക്വേഷൻ നമ്പർ 4. നമുക്ക് ശ്രദ്ധിക്കണേ, നമ്മൾ എപ്പോഴും എത്തേണ്ടത് 1ലേക്കാണ് നമുക്ക് പോവേണ്ടത്. ഏത് ഉപയോഗിച്ചുകൊണ്ട്? 2ഉം 3ഉം 4 ഉപയോഗിച്ചുകൊണ്ട്. 2ഉം 3ഉം 4 ഉപയോഗിച്ച് 1ലേക്ക് എത്തണമെങ്കിൽ ഈ 2, 3, 4 എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയും. ഇക്വേഷൻ ഇതാ, ഇത് രണ്ടും ആഡ് ചെയ്യാൻ വേണ്ട. അപ്പൊ 2ല് CH3CO മൈനസ് ഉണ്ട്, 3ൽ H+ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്യണം. അപ്പൊ ഇതും ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യപ്പെടും. അതിനെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇക്വേഷൻ നമ്പർ 4 എടുത്ത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയുക? നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 2 + 3 - 4 ഇതാ ചെയ്യേണ്ടത്. ഇക്വേഷൻ 2 + 3 - 4 ചെയ്യണം. ഇക്വേഷൻ 2 + 3 - 4 ചെയ്യുമ്പോൾ this one plus this one minus this one. LHS നോക്കാം നമുക്ക് എന്താ വരിക? LHS വരിക ലാംഡ 0m ഓഫ് CH3COO Na പ്ലസ് ലാംഡ 0m ഓഫ് HCl മൈനസ് ലാംഡ 0m ഓഫ് NaCl അല്ലേ? 2 + 3 - 4 ഈക്വൽ ടു, ഇനി RHS നോക്കാമല്ലോ, ഇതും ഇതും ആഡ് ചെയ്ത് ഇത് മൈനസ് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ഇവിടെ ലാംഡ 0m ഓഫ് Na+ ഉണ്ട്, ഇവിടെയുണ്ട്, ഇത് രണ്ടും കട്ടാവും. ലാംഡ 0m ഓഫ് Cl മൈനസ് ഉണ്ട്, ഇവിടെയുണ്ട്, അത് രണ്ടും കട്ടാവും. എന്തേ ബാക്കി വരുള്ളൂ? വേണേ ചെയ്ത് നോക്കൂ ഡീറ്റെയിൽഡ് ആയിട്ട്. എന്താ വരിക? ലാംഡ 0m ഓഫ് CH3COO മൈനസ് പ്ലസ് ലാംഡ 0m ഓഫ് H+. ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് എത്തേണ്ടത് എവിടത്തേക്കാന്ന് പറഞ്ഞത്? 1ലേക്ക് എത്തേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയുക? ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ നമ്പർ 5ഉം 1ഉം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി.
കമ്പയർ ഇക്വേഷൻസ് 1 and 5. 1 ഉം 5 ഉം കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. RHS റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. നമുക്കറിയാം ഇഫ് RHS ആർ ഈക്വൽ വി കൻ ഇക്വേറ്റ് LHS. 1ന്റെയും 5ന്റെയും RHS ഈക്വൽ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്തും ഈക്വൽ ആയിരിക്കണം, LHS ഈക്വൽ ആയി. അപ്പോൾ 1ന്റെയും 5ന്റെയും LHS തമ്മിൽ ഒന്ന് ഇക്വേറ്റ് ചെയ്യാലോ. LHS എന്താണ്? 1ന്റെ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്താ വരുന്നത്? ലാംഡ 0m ഓഫ് CH3COOH ഈക്വൽ ടു അപ്പുറത്ത് എന്താ വരിക? RHS എന്ന് പറയുമ്പോൾ ലാംഡ 0m ഓഫ് CH3COONA പ്ലസ് ലാംഡ 0m ഓഫ് HCl മൈനസ് ലാംഡ 0m ഓഫ് NaCl. അതാ ഞാൻ പറയുന്നത് 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം? ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അസറ്റിക് ആസിഡിന്റെ ലാംഡ 0 വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഈ 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ വാല്യൂസ് ഉപയോഗിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ അതേപോലെ നിങ്ങൾ ഒന്ന് ആലോചിക്കുക. ലാംഡ 0m ഓഫ് CH3COH is equal to CH3CONA plus HCl minus NaCl. ഇങ്ങനെ നിങ്ങളെ CH3COH ഉള്ളത് CH3CO മൈനസും H പ്ലസും ആണ്. ഇതാ ഇവിടെ CH3CO മൈനസ് കിട്ടി, ഇവിടെ H പ്ലസും കിട്ടി. എക്സസ് ആയി വന്നത് Na പ്ലസും Cl മൈനസും, അതിന്റെ മൈനസ് ചെയ്തും കളഞ്ഞു. അപ്പോൾ ബാക്കി വരുന്നത് ആരുടെ വാല്യൂ ആയിരിക്കും? അസറ്റിക് ആസിഡിന്റെ വാല്യൂ ആയിരിക്കും. സിമിലർലി നമുക്കൊരു കാര്യം ഇവിടെ നോക്കാമല്ലോ. ലാംഡ 0m ഓഫ് NH4OH കണ്ടുപിടിക്കണം വെച്ചു, ഒരു വീക്ക് ബേസ്. NH4OH ഏതൊക്കെ അയോൺസ് ഉള്ളത്? NH4 പ്ലസും OH മൈനസും. അപ്പൊ നമ്മൾ എടുക്കുന്ന ഒന്നാമത്തെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ NH4 പ്ലസ് അയോൺ വേണം. ആരായിരിക്കും? NH4 പ്ലസ് അയോണുള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് പറ, NH4Cl. ഓക്കെ, ഇനി അടുത്തതിൽ ആരാ വേണ്ടത്? OH മൈനസ് ആ. OH മൈനസ് ആണ് നമ്മൾ എന്തെടുക്കുന്നത്? NaOH. ഓക്കെ, അപ്പൊ NH4 പ്ലസ് ആയി, OH മൈനസ് ആയി. ഇനി എക്സസ് ആയിട്ട് വന്നത് ആരാണ്? Na പ്ലസ് NCl മൈനസ്. അപ്പൊ മൈനസ് ലാംഡ 0m ഓഫ് NaCl. ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിങ്ങനെ ചെയ്ത് പോകുമ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിക്കുവാണ്, CH3CONAക്ക് പകരം CH3COK എടുത്തൂടെ, പൊട്ടാസ്യം അസറ്റേറ്റ് എടുത്തൂടെ? പൊട്ടാസ്യം അസറ്റേറ്റ് എടുത്തൂടെ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എടുക്കാം. അപ്പൊ Na പ്ലസിന് പകരം ആരാ വരിക? K പ്ലസ് ആണ്. K പ്ലസ് ആണ്. ഇതിപ്പോ HCl എടുത്തെങ്കിൽ K പ്ലസും Cl മൈനസും KCl ആണ്. അപ്പൊ ഇത് NaCl വരെ KCl എടുക്കേണ്ടി വരും. ഏത് വേണേ എടുക്കാം, അതിന് കറസ്പോണ്ടിങ് ആയി ചെയ്താൽ മതി. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ കൊളറാഷസ് ലോ ചോദിച്ചാൽ മിക്കവാറും അതിന്റെ കൂടെ ആപ്ലിക്കേഷൻ കൂടി എഴുതാനുണ്ടാവും. അപ്പോൾ the most important application of Colrash's law is that we can calculate the limiting molar conductivity of a weak electrolyte. How? From the lambda 0 values of corresponding 3 strong electrolytes. ആ 3 strong electrolytes സെലക്ട് ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി അതിൻ്റെ സെക്കൻഡ് ആപ്ലിക്കേഷൻ, കൊളറാഷസ് ലോയുടെ സെക്കൻഡ് ആപ്ലിക്കേഷൻ. സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പം we can calculate the degree of dissociation. We can calculate the degree of dissociation of weak electrolytes. Degree of dissociation of weak electrolytes. Weak electrolytes in a degree of dissociation. A degree of dissociation in the term equilibrium. And a simple ormenda. Degree of dissociation is indicated as alpha. Alpha degree of dissociation. ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അറിയുമോ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് അയോണൈസ്ഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 1000 അസറ്റിക് ആസിഡ് മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ആ 1000 അസറ്റിക് ആസിഡ് മോളിക്യൂൾസിൽ എത്ര എണ്ണം അയണൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ആൽഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 1000 എണ്ണത്തിൽ ഒരു 10 എണ്ണം അയണൈസ് ചെയ്യുന്നു വിചാരിച്ചു. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ 1000 ആയിരിക്കും. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് അയോണൈസ്ഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയുന്നത്. ശരി, ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇവിടെ കണ്ടുപിടിക്കാൻ കൊളറാഷസ് ലോ ഉപയോഗിച്ചിട്ട് വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു ലാംഡ CM ഡിവൈഡഡ് ബൈ ലാംഡ 0m ആണ്. വേർ ലാംഡ CM ഈസ് ദ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എനി കോൺസെൻട്രേഷൻ C. ലാംഡ എം എന്ന് പറയുന്ന സാധനം തന്നെ, സിംപ്ലി ലാംഡ എം. അതന്നെ ലാംഡ എം സി എന്ന് പറയും. ലാംഡ സി എന്ന് പറയുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എനി കോൺസെൻട്രേഷൻ, ഏത് കോൺസെൻട്രേഷൻ, ഡിവൈഡഡ് ബൈ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ. സിംപ്ലി പറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ചെയ്താൽ ആൽഫ വാല്യൂ കിട്ടും. ഓക്കെ, ഇതിൽ ഏതായിരിക്കും വലിയ വാല്യൂ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആയിരിക്കും ലാർജർ വാല്യൂ. കാരണം ആൽഫയുടെ മാക്സിമം വാല്യൂ 1 വരും. ഇപ്പോൾ 1000 മോളിക്യൂൾസ് ഉണ്ട്, മാക്സിമം എത്രയാണ് അയണൈസ് ചെയ്യുക? 1000 ബൈ 1000 എത്രയാണ്? 1 ആണ്. പക്ഷെ അതൊരിക്കലും വീക്ക് ഇലക്ട്രോലൈറ്റ് വരില്ല. കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിന്റെ പേര് എന്താണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ ആൽഫ വാല്യൂ ഇസ് ഓൾവേസ് ലെസ് ദാൻ 1 ഫോർ
weak electrolytes. അപ്പോൾ lambda cm divided by lambda 0m ആണ് എന്ത് കണ്ടുപിടിക്കുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇനി ഇത് കൂടാണ്ട് ഒരു കാര്യം കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടാണ്ട് വേറെങ്കിൽ നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കാം, ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റും. Dissociation constant Ka is equal to C alpha square by 1 minus alpha. C alpha square divided by 1 minus alpha, where C is the concentration, molarity of എന്താണ് concentration, alpha എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇത് വെച്ച് കണ്ടുപിടിക്കുക, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്, ഡിവൈഡഡ് ബൈ എന്തൊരു 1 മൈനസ് ആൽഫ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏതിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്, ഈ കൊളറാഷസ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. ഒന്ന്, we can calculate the limiting molar conductivity of weak electrolytes. We can calculate the degree of dissociation of weak electrolytes. We can also calculate the dissociation constant of weak electrolytes. Okay. ഇനി ഈ കൊളറാഷസ് ലോയുടെ അസോസിയേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസും എക്സാമിന് വരാറുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചോദ്യം ഇതാ പറയുന്നത്, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഫോർ NaCl, HCl and CaCO(Na). ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl, HCl and CH3COONA, sodium acetate, are എല്ലാത്തിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി വാല്യൂസ് തന്നിട്ടുണ്ട് പ്രോബ്ലത്തിൽ. വാല്യൂസ് പറഞ്ഞിരിക്കുന്നതാണ് 126.4 Siemen centimeter square mole inverse, then 425.9 Siemen centimeter square mole inverse and 91 Siemen centimeter square mole inverse respectively. Calculate limiting molar conductivity of acetic acid. അപ്പോൾ ഈ മൂന്ന് വാല്യൂസ് തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ് ആണ്. അപ്പം ഞാൻ പറയല്ലോ, ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡാ സീറം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് മൂന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ വാല്യൂസ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ് ഈസ് ഈക്വൽ ടു സോഡിയം അസൈഡിന്റെ വാല്യൂ പ്ലസ് HCl വാല്യൂ മൈനസ് NaCl വാല്യൂ ചെയ്താൽ മതി. അപ്പോൾ മൂന്ന് വാല്യൂസ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാറിപ്പോയത്. ലാംഡാ സീറോ CaCO(Na) is equal to 91 Siemen centimeter square mole inverse plus HCl value is 425.9 minus NaCl വാല്യൂ 126.4. അപ്പം ഇനി ഇതൊന്ന് ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതിയോ? ഓക്കെ, 425.9 plus 91 minus 126.4 ചെയ്താൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 390.5 Siemen centimeter square mole inverse ആണ്. കൊളറാഷസ് ലോയുടെ അസോസിയേറ്റ് ചെയ്ത വേറൊരു പ്രോബ്ലം നമുക്ക് നോക്കാമല്ലോ. സെക്കൻഡ് പ്രോബ്ലം ഒന്ന് കുറച്ച് നോക്കിയോ. ദ കണ്ടക്ടിവിറ്റി ഓഫ് 0.001028 molar acetic acid is 4.95 into 10 raised to minus 5 Siemen centimeter inverse. Calculate its dissociation constant if lambda 0m of acetic acid is 390.5 Siemen centimeter square mole inverse. കണ്ടുപിടിക്കേണ്ടത് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ്. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Ka is equal to നമ്മൾ നേരത്തെ പറഞ്ഞു C alpha square by 1 minus alpha. Ka equal to C alpha square. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ Ka ആണ്, equal to C alpha square divided by 1 minus alpha. അപ്പോൾ ആദ്യം ആൽഫ അറിയണം. ആൽഫ എന്ന് പറയുന്ന സംഗതി എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ആൽഫ കണ്ടുപിടിക്കാനുള്ള വഴിയും പറഞ്ഞു. അപ്പോൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം, എന്താണ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റനിൽ Ka ഈക്വൽ ടു എന്താണ്? C alpha square divided by 1 minus alpha ആണ് അല്ലേ? ആൽഫ അറിയില്ല, അപ്പോൾ ആദ്യം ആൽഫ കണ്ടുപിടിക്കണം. ആൽഫ ഇസ് ഈക്വൽ ടു എന്താണ്? ലാംഡാ CM അല്ലെങ്കിൽ ലാംഡാ M ബൈ ലാംഡാ 0m ആണ് അല്ലേ? ലാംഡാ 0m ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, ലാംഡാ M തന്നിട്ടില്ല. തന്നിരിക്കുന്നത് എന്താണ്? കണ്ടക്ടിവിറ്റിയാണ്. കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താ? കണ്ടക്ടിവിറ്റി ഇസ് കാപ്പ. കാപ്പ ഇസ് ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്? 4.95 into 10 raised to minus 5. യൂണിറ്റ് ശ്രദ്ധിച്ചാട്ടെ, Siemen centimeter inverse ആരുടെ യൂണിറ്റാ? കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റാ. പിന്നെ തന്നിരിക്കുന്ന കോൺസെൻട്രേഷനാണ്. കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മൊളാരിറ്റി എന്ന് പറഞ്ഞ സാധനം അല്ലേ? C അല്ലെങ്കിൽ M എന്ന് പറഞ്ഞ സാധനം എത്രയാ? 0.001028 മോളാർ. അപ്പോൾ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മൊളാരിറ്റി ഉണ്ട്, കണ്ടക്ടിവിറ്റി ഉണ്ട്. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആൽഫ. ആൽഫ അറിയണമെങ്കിൽ ലാംഡാ CM അറിയണം. കാപ്പ അറിയാമെങ്കിൽ മൊളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൊളാർ കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനേഷൻ ലാംഡാ M ഈസ് ഈക്വൽ ടു എന്താ പഠിച്ചിരിക്കുന്നുണ്ടായിരുന്നേ? 1000 കാപ്പ ഡിവൈഡഡ് ബൈ M പഠിച്ചല്ലേ? 1000 കാപ്പ ഡിവൈഡഡ് ബൈ M ആണ്. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1000 ഇൻറ്റു കാപ്പയുടെ വാല്യൂ എത്രയാടാ? 4.95
95 into 10 raised to minus 5 divided by molarity എന്ന് പറയുന്നത് 0.001028 കോൺസെൻട്രേഷൻ ആണ് molarity. അപ്പോൾ ഇത് ആദ്യം ചെയ്ത് നോക്ക്. ഇത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടാൻ തരുക, വിച്ച് ഇസ് ഈക്വൽ ടു 48.15. കൃത്യമായി ചെയ്താൽ ഈ ആൻസർ വരും. 48.15 സീമെൻസ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആണ് കിട്ടുക. ഓക്കെ, ശ്രദ്ധിക്കണേ. അപ്പൊ ലാംഡായം കിട്ടി. ലാംഡായം കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ആൽഫ കണ്ടുപിടിക്കണം. ആൽഫ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യുന്നത് നിങ്ങള്, ആൽഫ ഡിക്വേഷൻ നമുക്കറിയാം, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു ലാംഡ സി എം ഡിവൈഡഡ് ബൈ ലാംഡ 0m. അപ്പൊ എന്ത് ചെയ്യുക, ലാംഡ സി എം ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്, ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിലുള്ള ലാംഡായം വാല്യൂ, അതാണ് ഇത്. അപ്പൊ ഈക്വൽ ടു 48.15 ഡിവൈഡഡ് ബൈ ലാംഡ 0 വാല്യൂ ക്വസ്റ്റ്യൻ ഉണ്ട്, എത്രയാണ് 390.5. ഇത് ചെയ്ത് നോക്കുക. 48.15 ഡിവൈഡഡ് ബൈ 390.5 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 0.123 എന്നാണ്. 0.123 കഴിഞ്ഞിട്ടില്ല. എന്താ കണ്ടുപിടിക്കാൻ, നമുക്ക് കണ്ടുപിടിക്കാൻ ചോദ്യത്തിൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ്. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കെ എ ഈക്വൽ ടു എന്താ നമ്മുടെ ഇക്വേഷൻ, സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ, വിച്ച് ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ തന്നെ എത്രയാ 0.001028 into alpha 0.123 square divided by 1 minus 0.123. 1.78 into 10 raised to minus 5 ആണ്. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് യൂണിറ്റ് എഴുതിയതിനെ സാരില്ല, യൂണിറ്റ് ഇവര് മോൾ പെർ ലിറ്റർ ആണ്. 1.78 into 10 raised to minus 5 മോൾ പെർ ലിറ്റർ ആയിരിക്കും കൃത്യമായിട്ടുള്ള ആൻസർ ആയിട്ട് വരും. അപ്പോൾ ചോദ്യം ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിരുന്നു. അതിന് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അറിയണം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അറിയണമെങ്കിൽ ലാംഡായം അറിയണം. അതുകൊണ്ട് ആദ്യം ലാംഡായം കണ്ടുപിടിച്ചു, അത് ഉപയോഗിച്ച് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചു. ഓക്കെ.